കഴിഞ്ഞ ദിവസം 2 കുഞ്ഞുങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ കാണുന്ന കുഞ്ഞിന്റെ പേരാണ് ദാസപ്പൻ. ദാസപ്പനെ നമുക്ക് കിട്ടുന്നത് പച്ചാളം മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നാണ്. അവനെ നോക്കിയിരുന്ന ചേട്ടൻ മരിച്ചുപോയി. അതിനുശേഷം ലിൻസ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇവനെ നോക്കിയിരുന്നത്. ഏകദേശം 1 വർഷത്തോളമായി ദാസപ്പൻ ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട്. അവൻ അത്യാവശ്യം 12 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചത്. അപ്പോഴാണ് അവന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അന്ന് തന്നെ നമ്മൾ അവൻ്റെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് നമുക്ക് എറണാകുളത്തുള്ളൊരു മാഡമാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അതിനുശേഷം വീട്ടിൽ വന്നിട്ടാണെങ്കിലും അവൻ വളരെ ക്ഷീണിതനായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ കുഞ്ഞ് പെട്ടെന്ന് ഫുഡ് കഴിക്കാതെ അങ്ങനെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവനൊരു 3 ദിവസത്തേക്ക് അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അടുത്ത് നമ്മുടെ പോപ്പിക്കുട്ടനാണ്. പോപ്പിക്കുട്ടനെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ചെവി നല്ല രീതിയിൽ വീർത്ത് വന്നിരുന്നത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച അന്ന് തന്നെ അവർ സർജറി ചെയ്തായിരുന്നു. കാരണം അന്ന് അവൻ്റെ ചെവിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് തുള്ളി തുള്ളി പോലെ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം 10 ദിവസം കഴിയുമ്പോൾ നമ്മളോട് സ്റ്റിച്ച് വെട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോപ്പിക്കുട്ടനെ നമ്മൾ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അങ്ങനെ പോപ്പിക്കുട്ടൻ്റെ സ്റ്റിച്ച് വെട്ടി. എനിക്ക് കഴിഞ്ഞ ദിവസം ഈ റെസ്ക്യൂ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു സന്തോഷമുള്ളൊരു നിമിഷം ഉണ്ടായിരുന്നു. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. സാധാരണ ഞാൻ ഈ ഓട്ടോറിക്ഷയിൽ 3-4 കുഞ്ഞുങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നല്ലാതെ ആരും തന്നെ അതങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങളൊന്ന്, കാരണം ഒരു കുഞ്ഞിനെ എടുത്ത് ഡോക്ടറെ കാണിക്കുമ്പോഴേക്കും മറ്റേ കുഞ്ഞുങ്ങൾ അവിടെ സേഫ് ആവണമല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പാടാണ് എനിക്ക്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ദാസപ്പനെ ഓടി വന്ന അവിടെയുള്ളൊരു സ്റ്റാഫ് വാങ്ങി. എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ വളരെ കുറവായതുകൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തായിരുന്നു. കാരണം അങ്ങനെ ആരും എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടൊക്കെയാണ് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് എവിടെയെങ്കിലും ഒന്ന് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കാതെ തന്നെ നമ്മളുടെ കയ്യിൽ വന്നിട്ട് നമ്മളിങ്ങനെ സഹായിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു. അതെനിക്ക് ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നി. അതിനുശേഷം ഞാനും പോപ്പിക്കുട്ടനും കൂടെ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ഡെൽഫീന ചേച്ചി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. കുറേ നാളെ എടുത്ത് വെച്ചിട്ട് എനിക്ക് പോവാൻ ഇതുപോലെ ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോയി കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനും പോപ്പിക്കുട്ടനും കൂടി ഡെൽഫീന ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ആ പാത്രമെല്ലാം കളക്ട് ചെയ്തു. ഡെൽഫീന ചേച്ചി നമുക്ക് കുട്ടികൾക്കുള്ള കട്ടില്, ഇതുപോലെ ബെഡ്ഷീറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ചേച്ചി ഒത്തിരി സന്തോഷം അറിയിക്കുന്നു ഈ നിമിഷം.